അതായത് ഗോഡ്സെയുടെ പിന്തുടർച്ചക്കാരാണ് അവര്. മാധ്യമങ്ങളിൽ ഇരുന്ന് ഭയപ്പെടുത്തുകയാണ്. ആരോടും മുന്നിൽ കീഴടങ്ങാത്ത, വർഗീയതയ്ക്കെതിരായി, ഫാസിസത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ദേഹത്തൊരു മണ്ണുവാരിയിടാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ല. ഇവരുടെയൊക്കെ ആഗ്രഹമാണ് രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കണമെന്ന്. ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. തൻ്റെ പിതൃമാതാവിൻ്റെയും പിതാവിൻ്റെയും ഇവർ കൊന്ന ആ ശവശരീരം കണ്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ടും ഭയപ്പെടുത്താൻ പറ്റില്ല. ഈ ഗവൺമെൻറ് അടിയന്തരമായി അങ്ങനെ ഭീഷണിപ്പെടുത്തിയ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയെന്ത് തറയ്ക്കുമെന്ന് പറഞ്ഞ ആൾക്കെതിരായി ഒരു നടപടിയും കേരളത്തിലെ പോലീസ് എടുത്തിട്ടില്ല എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കാരണം BJPയുമായി സന്ധി ചെയ്തിരിക്കുകയാണ് പിണറായി സർക്കാർ. MG രേണുകയായിരുന്നു അന്ന് ഈ സ്പെഷ്യൽ ഡിബേറ്റിന്റെ അവതാരിക. രേണു, നമുക്കറിയാം പലപ്പോഴും ചർച്ചയ്ക്കിടയിൽ പ്രകോപനപരമായ പരാമർശങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാവും, അപ്പോൾ വെല്ലുവിളിക്കും. ഇതൊക്കെ സാധാരണഗതിയിൽ ചർച്ചയ്ക്കിടയിലൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ അതീവ ഗുരുതരമായ ഒരു പരാമർശമാണ് പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് തിരുത്താൻ തയ്യാറാണോ എന്ന് രേണുക പലതവണ ചോദിക്കുന്നത് കേട്ടിരുന്നു. പക്ഷെ അപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നിയമ നടപടിയിലേക്ക് അടക്കം കോൺഗ്രസ് പോവുകയാണ്. തീർച്ചയായും നമ്മൾ ഈ ചർച്ച ലഡാക്കിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ ജൻസി കലാപവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നിൽ നിന്നത് സോനം വാങ്ചുക്കാണ് എന്ന പരാമർശത്തിലേക്ക് പ്രിന്റു മഹാദേവ് എത്തുന്നു. അതിനുശേഷം ഈ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന വാർത്തകൾ, സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരായ വിദ്വേഷ പ്രചരണങ്ങളൊക്കെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് അതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള വലിയ പരാമർശങ്ങൾ പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധി ഇതിന് നേതൃത്വം നൽകുന്നു, മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെയും രാഹുൽ ഗാന്ധി തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വരുത്തുകയും അതിനുശേഷം ഈ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ ഇത്തരം നീക്കങ്ങൾ നടത്തിയാൽ അതിൽ വെടിയുണ്ട കയറും എന്ന വലിയ വിവാദമാകുന്ന പരാമർശം പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ നിമിഷം തന്നെ റോണി കെ ബേബി ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. വളരെ വൈകാരികമായ പ്രതികരണം റോണി കെ ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഞാൻ ആവർത്തിച്ച് ഇതൊരു ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തുന്ന പരാമർശമാണ് ഇത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഈ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ എന്ന സാഹചര്യം പ്രിന്റു മഹാദേവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലും പിന്മാറാൻ പ്രിന്റു മഹാദേവ് തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ആ ചർച്ചയുടെ അവസാന ഭാഗത്ത് പോലും ഞാൻ ചോദിക്കുമ്പോൾ ആ വിവാദ പരാമർശം പിൻവലിക്കാനോ മാപ്പ് പറയാനോ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് അതിനെ നിയമപരമായി തന്നെ നേരിടാൻ ശ്രമിക്കുന്നത്. നേരത്തെ VD സതീശൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായ ഒരു വധഭീഷണി എന്ന നിലയിൽ തന്നെ കാണാവുന്ന ഒരു പരാമർശമാണ്. പക്ഷേ അതിലൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അത് BJPയുമായുള്ള ബന്ധം കൊണ്ടാണ് അത്തരം മൗനം പാലിക്കുന്നത് എന്ന തരത്തിൽ ഉള്ളൊരു തോന്നലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിയമ നടപടികൾക്ക് തയ്യാറാകുന്നത്. ആ ചർച്ചയിൽ തന്നെ അതിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടിയതാണ്. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 2 രക്തസാക്ഷികൾ തന്നെ ഉള്ളതാണ്. രാഹുലിന് പോലും പലപ്പോഴും ഇത്തരം ഭീഷണികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഒരു മോശം സംഭവം ലഡാക്കിൽ സംഭവിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കാണ് എന്ന തരത്തിൽ ചാനൽ ചർച്ചയിൽ പ്രിന്റു മഹാദേവ് സമീപനം സ്വീകരിക്കുകയും അങ്ങനെ അതുവരെയും ഓക്കെയാണ് രേണുക. പലപ്പോഴും നമുക്കിപ്പോ അതിന്റെ ഉത്തരവാദി രാഹുലാണ്, രാഹുലിന്റെ പരാമർശങ്ങളാണ് എന്ന് വരെ വേണമെങ്കിൽ ആരോപിച്ചു നിർത്താം. പക്ഷേ അങ്ങനെ നിന്നാൽ നെഞ്ചിൽ വെടിയുണ്ട വീഴും എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതാണ്. പറയുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. ഒപ്പം രേണുക പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വാചകത്തിൽ ശ്രദ്ധ വേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് ഉറപ്പിച്ചു പറയാം. ശ്രദ്ധയുണ്ടായില്ല എന്ന് മാത്രമല്ല, വളരെ പ്രകോപനപരമായ ഒരു പരാമർശം പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് അപ്പോൾ തന്നെ കോൺഗ്രസ് പ്രതിനിധിയും ഞാനും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആവർത്തിച്ച് നമ്മൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷവും അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മൾ ആ ചർച്ചയിൽ കണ്ടത്. നമുക്കറിയാം ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഈ കലാപവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം കോൺഗ്രസിനെതിരെയോ രാഹുൽ ഗാന്ധിക്കെതിരെയോ ഇല്ല.
അതെന്താണ് അതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്നത് കേന്ദ്രം തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്നാണ് ഒരു ജനപ്രതിനിധി ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്നത് നമ്മൾ കാണണം. മാത്രവുമല്ല, ഞാൻ ഈ ചർച്ചയിൽ രാഹുലിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ കയ്യിലുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തെളിവുമില്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. അതിന് പിന്നാലെ തന്നെ വണ്ണം ഇത്തരം നീക്കം നടത്തുന്നവരുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴും എന്ന പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആവർത്തിച്ച് അതിൽ നിന്ന് പിന്മാറുന്നുണ്ടോ, മാപ്പ് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ നിലപാട് സ്വീകരിക്കുന്ന ആർക്കെതിരെയും ഇത് തന്നെ ആയിരിക്കും. നമുക്കറിയാം, എന്ത് ചെയ്താലും നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ കൂടിയാണ് അത് കടന്നു പോകേണ്ടത്. അങ്ങനെ ശക്തമായ നിയമ സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്യുന്നവരെ കർശനമായി നേരിടും, അല്ലെങ്കിൽ ആയുധം കൊണ്ട് നേരിടും എന്ന ഒരു പരാമർശം പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിലെ തെറ്റ് ആവർത്തിച്ച് കോൺഗ്രസ് പ്രതിനിധിയും ഞാനും ചൂണ്ടിക്കാട്ടുമ്പോൾ പോലും അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് മാത്രമല്ല. രേണുക, ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, രേണുക പറഞ്ഞ ആ പോയിന്റാണ്, ഇങ്ങനെ ഒരു അതീവ പ്രകോപനപരമായ ഒരു പരാമർശം ഉണ്ടാവുന്നു. കോൺഗ്രസ് പ്രതിനിധി അപ്പോൾ തന്നെ ഇടപെട്ട് വൈകാരികമായി പ്രതികരിക്കുന്നു. അത് ആ പറഞ്ഞതിനെതിരെ പ്രതികരിക്കുന്നു. രേണുക പലതവണ ചോദിക്കുന്നു, നിങ്ങൾ ഈ പരാമർശം പിൻവലിക്കുന്നുണ്ടോ, മാപ്പ് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. എത്രത്തോളം ഗൗരവത്തോടെയാണ് കോൺഗ്രസ് ഈ പ്രിന്റു മഹാദേവിന്റെ ഒരു ചർച്ചയ്ക്കിടെ വന്ന പരാമർശം എന്നതിലുപരിയായി കാണുന്നത്? പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം പ്രിന്റു മഹാദേവ് നടത്തിയിരിക്കുന്ന രൂക്ഷമായ പരാമർശം, അതിൽ ഒരു നിയമ നടപടിയും സ്വീകരിക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല, ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല. തുടർച്ചയായി ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുമ്പോഴും മൗനം പാലിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് എന്ന തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത കാര്യം, രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ അച്ഛനെയും അതോടൊപ്പം മുത്തശ്ശിയെയും അടക്കം ഇതേ സമാനമായ രീതിയിൽ നഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെയുള്ള പ്രസ്താവന ആരും കരുതേണ്ട എന്ന് കൂടി പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് പ്രതികരിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിൽ പ്രിന്റു മഹാദേവിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രസ്താവന കോൺഗ്രസ് നിയമ വഴികളിലേക്ക് നീങ്ങുമെന്നതിന്റെ സൂചന നൽകിയാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തായാലും BJP നേതൃത്വം പ്രിന്റുവിന്റെ പ്രസ്താവനയോട് ഏത് തരത്തിൽ ഇനി പ്രതികരിക്കുമെന്നതാണ് വ്യക്തമാകാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വിവരം കൂടി വരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഫസർ റോണി കെ ബേബിയെ തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ നിയമ നടപടിക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. രേണുക വിശദാംശങ്ങൾ നൽകും. രേണു, വളരെ വൈകാരികമായി, ഒരുപക്ഷെ ആ വികാരപരമായി തന്നെ അദ്ദേഹം ആ പരാമർശത്തോട് അപ്പോൾ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തോടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ നിയമ നടപടിയെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, ഞാൻ ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോ കോൺഗ്രസ് നേതൃത്വം ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് 2 രക്തസാക്ഷികൾ ആ കുടുംബത്തിലുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്ന ഭീഷണികളെ ആ ഗൗരവത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നോക്കിക്കാണുന്നത്. അതൊരു BJP നേതാവിന്റെ ഭാഗത്തു നിന്നാകുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രസക്തി കൂടി ഉണ്ടാകുന്നു എന്ന കാര്യം നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ അതിനെ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നു. റോണി കെ ബേബിയോട് അതിൽ എന്താണ് നടപടികളിലേക്ക് കടക്കേണ്ടത് എന്ന ഒരു ആശയവിനിമയം കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം അതുമായി മുന്നോട്ട് പോകുന്നു എന്ന കാര്യമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഇപ്പോൾ VD സതീശന്റെ വാക്കുകളിൽ തന്നെ നോക്കിയാൽ ഇത് സ്വന്തം തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള വധഭീഷണി ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പശ്ചാത്തലം കൂടി നോക്കിയാൽ, കുടുംബ പശ്ചാത്തലം കൂടി നോക്കിയാൽ അതിനെതിരെ സ്വമേധയാ തന്നെ നടപടികൾ ഉണ്ടാകേണ്ടതാണ് എന്നതാണ് കോൺഗ്രസിന്റെ ഒരു വാദം. അത് ഉണ്ടാകുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. അത് BJPയുമായുള്ള കൂട്ടുകെട്ടുകൊണ്ടാണ് എന്ന ഒരു ആരോപണം അവർ രാഷ്ട്രീയമായി തന്നെ അതിനെതിരെ ഉന്നയിക്കുന്നു. ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിയതിനു ശേഷം, BJP നേതാക്കളുടെ പ്രതികരണം കൂടി മനസ്സിലാക്കിയതിനു ശേഷം ഒരുപക്ഷെ ഒരു പിന്തിരിയാനുള്ള സാഹചര്യം അല്ലെങ്കിൽ പൊതു സമക്ഷത്തിൽ മാപ്പ് പറയാനുള്ള സാഹചര്യം ഉണ്ടോ എന്നത് കൂടി നോക്കിയതിനു ശേഷം നിയമ നടപടികളിലേക്ക് എന്നതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു സമയം, ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. നിയമ നടപടികൾ കൊടുക്കുക എന്ന നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം റോണി കെ ബേബിക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ നടപടികൾ ആരംഭിച്ചു എന്ന കാര്യം നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്.